നമസ്കാരം. ഫ്രണ്ട്സ് മാവിച്ചേരി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് 25ാം വാർഷിക ആഘോഷ സമാപനം. സ്നേഹദുന്ദുഭി സ്നേഹമഴയായി പെയ്തിറങ്ങി. ഒരു നാട് മുഴുവൻ സ്നേഹക്കുളിർ മഴയിൽ ആറാടി. മാവിച്ചേരി പാട്ടിലെ വരികൾ പോലെ സാന്ദ്രലയമായ കാഴ്ച. 4 നൂറ്റാണ്ട് കാലമായി നാട് നൽകി വരുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ഊഷ്മളമായ മറുപടി എന്നോണം ഈ പുതുവത്സര വേളയിൽ സ്നേഹസമ്മാനമായി സ്നേഹദുന്ദുഭി നാടിനെ സമർപ്പിക്കാൻ സാധിച്ച സംതൃപ്തിയിലാണ് ഞങ്ങൾ. ഇതിനായി അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച ഏവർക്കും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചൊരു ആലിംഗനം. അറിയപ്പെടാതെ പോകുന്ന നമ്മുടെ നാടിൻ്റെ മികച്ച കലാകാരന്മാരുടെ ഒരു നീണ്ട നിരയെ അരങ്ങിലെത്തിക്കാൻ സാധിച്ച സന്തോഷം. നെഞ്ചിടിപ്പിൻ്റെ താളമളക്കാൻ തീവ്ര ലൈവ് മ്യൂസിക് ബാൻഡ്, സുമേഷ് കുട്ടിക്കൽ, ബബിൻ തുടങ്ങിയവരണിനിരന്ന ഗ്രൂവ് ഗാല, ഇൻസ്ട്രുമെൻ്റൽ DJ ഷോ അംഗങ്ങൾ തുടങ്ങിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു അച്ചുതണ്ട് പോലെ കരുത്തായി കൂടി നിന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് വിനോദ് കുമാർ, ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ എന്നാ താൻ കേസ് കൊടു എന്ന ഒറ്റ സിനിമയിലൂടെ ശ്രദ്ധേയനായ മജിസ്ട്രേറ്റായി വേഷമിട്ട PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മറ്റൊരു വിശിഷ്ട വ്യക്തി മുഖ്യ പ്രഭാഷകനായി നമ്മളോട് സംവദിച്ച കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് T പ്രകാശൻ മാസ്റ്റർ, UAE ഏഷ്യാനെറ്റ് റേഡിയോ പ്രോഗ്രാം ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച് നീണ്ട 26 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിൽ സ്ഥിരതാമസമാക്കിയ രമേശ് പയ്യന്നൂർ, നമ്മുടെ സ്വന്തം പയ്യന്നൂരിനെ പേരിനൊപ്പം ചേർത്ത് അറബി മണ്ണിൽ നാടിനെ പ്രശസ്തമാക്കിയ വ്യക്തി, പഴയകാല മിമിക്രി കലാകാരൻ, ഗൾഫ് മലയാളികൾ സ്നേഹത്തോടെ മമ്മൂക്ക എന്ന് വിളിക്കുന്ന പ്രശസ്ത സിനിമാ താരം മമ്മൂട്ടിയുടെ ശബ്ദം അതേപടി അനുകരിക്കാൻ കഴിവുള്ള കലാകാരൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, അങ്ങനെ ഒരേ ഗണത്തിൽപ്പെടുത്താവുന്ന 3 പേരെ ഒരേ ദിവസം വേദിയെത്തിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം തരുന്നു. കൂട്ടുകാർക്ക് കൂടിയിരിക്കാൻ ഒരു കൂടാരം എന്ന ആശയം 25 വർഷം മുൻപാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഇന്നത് നാടിൻ്റെ നന്മയായി മാവിച്ചേരിക്ക് അഭിമാനിക്കാവുന്ന ക്ലബ്ബായി മാറിയിരിക്കുന്നു. ക്ലബിൻ്റെ സ്ഥാപകരിൽ ഒരാളായി പ്രവർത്തിക്കുകയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്ലബിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തത് വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, ചിലപ്പോൾ സ്വപ്നങ്ങളിൽ മാത്രം ദർശിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യം. ഇടവഴികളും എപ്പോഴെങ്കിലും കടന്നു പോകുന്ന അപൂർവം വാഹനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടി മാത്രം യാത്ര ചെയ്യാവുന്ന റോഡ് സൗകര്യങ്ങളും മാത്രമുണ്ടായിരുന്ന കാലം. അന്ന് മൊബൈൽ ഫോൺ എന്താണെന്നറിയില്ല. പൂർണ്ണമായും വൈദ്യുതീകരിച്ചിട്ട് പോലുമില്ലാത്ത ഒരു കൊച്ചു ഗ്രാമത്തെക്കുറിച്ച് ഇന്ന് ആലോചിക്കാൻ തന്നെ വിഷമം. അത്തരമൊരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായവർക്ക് ആശ്വാസം ലഭിക്കുന്നത് പരസ്പരം കണ്ട് സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെച്ച് മടങ്ങുമ്പോഴാണ്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾക്ക് അന്ന് പലരും ഉപയോഗിച്ചിരുന്നത് റോഡരികും വായനാമുറികളും അരയാൽ തറകളുമൊക്കെ ആയിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൊതുസ്ഥലങ്ങൾ ദുരുപയോഗം ചെയ്യാതെ കൂട്ടുകാരുടെ തന്നെ ഒഴിഞ്ഞ പറമ്പിൽ പൂർണ്ണ സമ്മതത്തോടെ ചെറിയ ഷെഡ് പണിതിൽ കൂടിയിരുന്ന് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയായിരുന്നു നമ്മുടെ പ്രധാന ലഹരി. ഐക്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കൂട്ടത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആഗ്രഹം എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കും. ഒരു ദിവസം പെട്ടെന്ന് ഒരാളുടെ ആഗ്രഹം വാദ്യം പഠിക്കണമെന്നായി. മറുത്തൊന്നും പറയാതെ അടുത്ത ദിവസം തന്നെ പയ്യന്നൂർ അമ്പലത്തിൽ ശിവേലി എഴുന്നള്ളത്തിന് വാദ്യം കൈകാര്യം ചെയ്യുന്ന രാമകൃഷ്ണൻ മാരാരെ കാണുകയും വാദ്യപഠനം ആരംഭിക്കുകയും ചെയ്തു. വേനലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സംക്രമ ദിനത്തിൽ മാവിച്ചേരി ക്ഷേത്രനടയിൽ വെച്ച് അരങ്ങേറ്റം കുറിച്ചപ്പോൾ നാട്ടുകാർക്ക് അത്ഭുതവും സന്തോഷവുമായിരുന്നു. കരിങ്കല്ലിൽ പുളിങ്കൊമ്പ് കൊണ്ട് മഴയുടെ താളത്തിൽ വാദ്യം അഭ്യസിക്കുന്നത് അറിഞ്ഞത് പഠിക്കാനുള്ള സൗകര്യം ചെയ്തവർ മാത്രമായിരുന്നു. വാദ്യസംഘം വർഷം കഴിയും തോറും അംഗബലം കൊണ്ടും പരിചയ സമ്പന്നത കൊണ്ടും പ്രസിദ്ധമായി തുടങ്ങി. വീണ്ടും ഒരു പുതിയ ആഗ്രഹം,
നമുക്ക് സ്വന്തമായി ഒരു സ്ഥലം വേണം. അവിടെയും ഐക്യം തുണയായി. ഒപ്പം നാടിൻ്റെ പിന്തുണയുമായപ്പോൾ ആ സ്വപ്നവും വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കപ്പെട്ടു. സ്വന്തമായി ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തു ചെയ്യുമെന്ന ചിന്തയാണ് കൂട്ടുകാരുടെ കൂടാരം ഫ്രണ്ട്സ് മാവിച്ചേരി എന്ന പേരിൽ ക്ലബ്ബ് രൂപീകരിക്കാൻ ഇടയാക്കിയത്. ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ നാട്ടുകാരിൽ നിന്നും ലഭിച്ച പിന്തുണയും പ്രോത്സാഹനവും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ മക്കളാണെന്ന് സ്നേഹത്തോടെ പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അനുഭവിച്ച് വളർന്നവരാണ് ഫ്രണ്ട്സ് മാവിച്ചേരിയുടെ ഓരോ പ്രവർത്തകരും. 2000 ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓട്ടക്കാരി PT ഉഷ ക്ലബ്ബ് കെട്ടിടത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്ന് ക്ലബ്ബ് കലാ കായിക രംഗങ്ങളിൽ പല പദ്ധതികളും ആവിഷ്കരിച്ച് മാവിച്ചേരി നാടിന് ഉണർവ് നൽകിക്കൊണ്ടേയിരുന്നു. 25 വർഷം ത്വരിതഗതിയിൽ കടന്നുപോയി. നാട്ടിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയ്ക്ക് പുറമെ സമീപകാലത്തായി കുടുംബാംഗങ്ങൾ കൂടി ക്ലബ്ബുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഓരോ അംഗങ്ങളെയും പ്രതിനിധീകരിച്ച് ഓരോ വനിതാ അംഗങ്ങൾ കൂടി ക്ലബിൻ്റെ ഭാഗമായി. അംഗബലം വർദ്ധിക്കുകയും സഹകരണം വീട്ടിൽ മാത്രമല്ല ക്ലബിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തയ്യാറായപ്പോൾ തികച്ചും വലിയ മാറ്റം തന്നെ പ്രവർത്തന ശൈലിയിൽ കൊണ്ടുവരാൻ ഫ്രണ്ട്സ് മാവിച്ചേരിക്ക് സാധിച്ചു. 25ാം വാർഷിക ആഘോഷങ്ങൾക്ക് ജനുവരി 2025 തുടക്കം കുറിക്കുമ്പോൾ കൊറോണ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ചെറുതായെങ്കിലും കലാകായിക രംഗങ്ങളിൽ നാടിന് വേണ്ടി എന്തെങ്കിലും സംഭാവന നൽകണം എന്ന അംഗങ്ങളുടെ ഐക്യത്തോടെയുള്ള തീരുമാനം കൊണ്ട് 1ാം ഘട്ടമായി ഷട്ടിൽ നൈറ്റ് എന്ന പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു. നാടിൻ്റെ പിന്തുണ തുടക്കം മുതൽ ലഭിച്ചിരുന്ന നമ്മൾക്ക് ഇക്കുറി പിന്തുണ ലഭിച്ചത് ഗൾഫ് സഹോദരങ്ങളിൽ നിന്നാണ്. അവർ നമുക്കും വാർഷികാഘോഷങ്ങളുടെ ഭാഗമാകണമെന്ന് അറിയിച്ചപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവരുടെ പേരിൽ തന്നെ പൂക്കാല വിസ്മയം എന്ന കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുവാനും സാധിച്ചു. ആദ്യ മത്സരം കായിക ഇനത്തിലായപ്പോൾ രണ്ടാമത്തേത് കലാമത്സരമായി. ഷട്ടിൽ നൈറ്റ് നടത്താൻ ക്ലബിൻ്റെ മുന്നിലുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി വളരെ നല്ല ഒരു കോർട്ട് പണിത് മത്സരം ഒരുക്കി. മത്സരം അവസാനിപ്പിച്ചപ്പോൾ നാടിൻ്റെ കായിക മികവിനായി കോർട്ടും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തപ്പോൾ ഒരു കുട്ടി പോലും അത് ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരാഞ്ഞത് ദുഃഖകരമായി തോന്നി. ഇവിടെ നമുക്കുണ്ടായ സങ്കടം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കുട്ടികളിലെ കായിക ലഹരി വളർത്താനുള്ള മാർഗങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ക്ലബ് അംഗങ്ങളെയും പരിസരവാസികളെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയത് സ്ഥാപക അംഗങ്ങളുടെ അകാലത്തിലുള്ള വേർപാടായിരുന്നു. നേരത്തെ വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയങ്കരായ 3 പേരുടെ ഫോട്ടോ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കണ്ടങ്ങാളി മുനിസിപ്പൽ ഹൈസ്കൂൾ ശ്രീ PM ഉണ്ണികൃഷ്ണൻ അടിയോടി ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ സ്നേഹദുന്ദുഭി വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം ക്ലബിൽ അനാച്ഛാദനം ചെയ്തു. അവരുടെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് തുടങ്ങിയ 25ാം വാർഷിക ആഘോഷ സമാപന പരിപാടികൾ 2025 ഡിസംബർ 27-28 തീയതികളിൽ സ്നേഹമഴയായി നാടിൻ്റെ ആഘോഷമായി മാറിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഫ്രണ്ട്സ് മാവിച്ചേരി സാരഥികൾ. താങ്ക് യു.